രാഹുൽ ഗാന്ധിയുടെ പിറകെയാണ് ചില ക്യാമറ കണ്ണുകൾ. അദ്ദേഹത്തിന്റെ ഊണും ഉറക്കവും ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ് ഭരണപക്ഷ പാർട്ടികൾ. പറഞ്ഞു വരുന്നത് അതുപോലൊരു വീഡിയോ ഇന്ന് പ്രചരിക്കുന്നതിനെ കുറിച്ചാണ്. അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയായിരുന്നു വഖഫ് നിയമ ഭേദഗതി ബിൽ ന്യൂനപക്ഷ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണമാണിതെന്ന വിമർശനം പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തി. ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മറുപടി നൽകുന്നതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറങ്ങിയെന്നും തുടർന്ന് ഭരണപക്ഷാംഗങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തെ കളിയാക്കിയെന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രാഹുലിനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന തരത്തിലാണ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ്. ഓഗസ്റ്റ് 8-നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് നിയമ ഭേദഗതി ബിൽ 2024 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അന്നത്തെ സഭാ നടപടിക്രമങ്ങളുടെ വീഡിയോ പരിശോധിച്ചു. ദേശീയ വാർത്താ ഏജൻസിയായ ANIയുടെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ 4 മണിക്കൂർ 1 മിനിറ്റ് കഴിഞ്ഞാണ് പ്രതിപക്ഷാംഗം സഭയിൽ ഉറങ്ങിയതിനെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഭരണപക്ഷാംഗങ്ങൾ കളിയാക്കുന്ന ഭാഗം വരുന്നത്. വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മറുപടി നൽകുന്നതിനിടെയായിരുന്നു ഇത്. റിജിജു പറഞ്ഞു തുടങ്ങിയത് ഇപ്രകാരമായിരുന്നു: ഇപ്പോൾ ദാദ ചോദിച്ചിരുന്നു, എന്റെ മണ്ഡലത്തിൽ ഇസ്ലാം മതസ്ഥർ ഉണ്ടോ എന്ന്. എന്റെ മണ്ഡലത്തിൽ ഒരുപാട് മുസ്ലിം വോട്ടർമാരുണ്ട്. ഉടൻ BJP MPയും കേന്ദ്രമന്ത്രിയുമായ ഗിരിരാജ് സിംഗ് ഇടപെട്ട് ഉറങ്ങിപ്പോയെന്ന് കൈചൂണ്ടി പറയുന്നു. തുടർന്ന് ഭരണപക്ഷാംഗങ്ങൾ ഇത് ഏറ്റുപിടിച്ച് കളിയാക്കുകയും ദാദ എഴുന്നേൽക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ദാദ ഇപ്പോഴും സംസാരിക്കരുത്, ഉറക്കം വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് റിജിജു പരിഹാസ രൂപേണ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ഒരു പടി കൂടി കടന്ന് താങ്കൾ രാത്രി എന്തു ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തെ ഭരണപക്ഷം കൂട്ടച്ചിരിയോടെ പിന്തുണച്ചപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധ സ്വരം ഉയർത്തുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് രാഹുൽ ഗാന്ധിക്കെതിരായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മേൽപ്പറഞ്ഞ ഭാഗത്ത് കേന്ദ്രമന്ത്രിയും MPമാരും അവർ കളിയാക്കുന്ന വ്യക്തിയെ ദാദ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്തിട്ടില്ല. സാധാരണ ബംഗാളിൽ മുതിർന്ന പുരുഷന്മാരെയാണ് ദാദ എന്ന് വിളിക്കുക. ഒരു പക്ഷേ ബംഗാളിൽ നിന്നുള്ള മുതിർന്ന ലോക്സഭാംഗമാകാം ഉറങ്ങിപ്പോയതെന്ന അനുമാനത്തിൽ പരിശോധന തുടർന്നു. വഖഫ് ബിൽ അവതരണ ദിവസം ലോക്സഭയിൽ ഉണ്ടായിരുന്ന മാതൃഭൂമി പത്രത്തിന്റെ ഡൽഹി ബ്യൂറോ ചീഫ് മനോജ് മേനോനുമായി ബന്ധപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന അംഗം പ്രൊഫസർ സൗഗത റോയിയാണ് ചർച്ചയ്ക്കിടെ ഉറങ്ങിപ്പോയതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആണ് ഭരണപക്ഷത്തിരുന്ന് ഇത് വിളിച്ചു പറഞ്ഞത്. ഉടൻ തന്നെ സൗഗതയ്ക്ക് സമീപത്തിരുന്ന മറ്റു TMC MPമാർ അദ്ദേഹത്തെ ഉണർത്തുകയും ഭരണപക്ഷത്ത് ഇത് കൂട്ടപരിഹാസ ചിരി ഉയർത്തുകയും ചെയ്തു. എന്നാൽ സൗഗത ഇതിനോട് പ്രതികരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ നിന്ന് വഖഫ് ഭേദഗതി ചർച്ചയ്ക്കിടെ ഉറങ്ങിപ്പോയതിന് ഭരണപക്ഷാംഗങ്ങൾ കളിയാക്കിയത് രാഹുൽ ഗാന്ധിയെയല്ല എന്ന് ഇതോടെ വ്യക്തമായി. രാഹുൽ ഗാന്ധിക്കെതിരായ ഈ പ്രചരണം വ്യാജമാണ്. TMC MP സൗഗത റോയിയാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ കേന്ദ്രമന്ത്രി മറുപടി നൽകുന്നതിനിടെ ഉറങ്ങിപ്പോയത്. ഇതാണ് വാസ്തവം. ഇത്തരം പ്രചരണങ്ങൾ രാഹുൽ ഏറെ കേട്ടതാണ്. എല്ലാം ഇതുപോലെ തെളിയിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മണ്ടൻ വീഡിയോയ്ക്ക് മുൻപിൽ രാഹുലും കോൺഗ്രസും പതറില്ല.